السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله. أما بعد. ഏറെ സ്നേഹാദരകൾ നിറഞ്ഞ വിശ്വാസിനികളെ, ഇസ്ലാമിക ചരിത്രത്തിലെ തുല്യതയില്ലാത്ത വ്യക്തിത്വമായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും വിശ്വാസത്തിന്റെയും മറുപേരാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ. മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നയും മാന്യവുമായിരുന്ന മഹദി ഇസ്ലാമിന് വേണ്ടി തന്റെ ജീവിതവും സമ്പാദ്യവും പൂർണ്ണമായും സമർപ്പിച്ചു. ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി ദിവ്യ സന്ദേശം ലഭിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയചകിതനായി വീട്ടിലെത്തിയപ്പോൾ അല്ലാഹു തങ്ങളെ ഒരിക്കലും അപമാനിക്കില്ല എന്ന് പറഞ്ഞ് ധൈര്യം നൽകിയത് ഖദീജ ബീബി റളിയല്ലാഹു അൻഹയായിരുന്നു. സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഇപ്രകാരം പറഞ്ഞു: ഫസ്തജാബ ലഹും റബ്ബുഹും അന്നി ലാ ഉളിഉ അമല ആമിലിൻ മിൻകും മിൻ ദകരിൻ ഔ ഉൻസ. അപ്പോൾ അവരുടെ രക്ഷിതാവ് അവർക്ക് ഉത്തരം നൽകി, നിങ്ങളിൽ നിന്നുള്ള ഒരു പ്രവർത്തകന്റെയും, അത് ആണാവട്ടെ പെണ്ണാവട്ടെ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, ഞാൻ നിഷ്ഫലമാക്കുകയില്ല. സൂറത്തു ആല ഇമ്രാനിൽ 195-ാമത്തെ വചനത്തിലേക്ക് കൂടിയാണ് അള്ളാഹു ഈ ഒരു പ്രസ്താവന അറിയിക്കപ്പെട്ടത്. ഇനി അത് മാത്രമല്ല, ഈ വാഗ്ദാനം ശരിക്കും ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ പുലർന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിന്റെ വളർച്ചയിൽ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വഹിച്ച പങ്ക് സമാനതകളില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മഹദിയെ കുറിച്ച് എപ്പോഴും അഭിമാനത്തോടെ പറയുമായിരുന്നു. എന്താണ്? ആമനതു ബി ഇദ് കഫറ ബിന്നാസ് വസദ്ദഖതനി ഇദ് കദ്ദബനി നാസ് വവസ്തനി ബിമാലിആ ഇദ് ഹറമനി നാസ്. എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുള്ളത്. ജനങ്ങൾ എന്നെ നിഷേധിച്ചപ്പോൾ അവൾ എന്നിൽ വിശ്വസിച്ചു. ജനങ്ങൾ എന്നെ നിഷേധിച്ചപ്പോൾ, എന്നെ പരിഹസിച്ചപ്പോൾ, എന്നെ ഒഴിവാക്കി നിർത്തിയപ്പോൾ എന്റെ പത്നി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ എന്നെ വിശ്വസിച്ചു. ജനങ്ങൾ എന്നെ കളവാക്കിയപ്പോൾ അവൾ എന്നെ സത്യപ്പെടുത്തി. ഞാൻ കള്ളപ്രവാചകനാണ്, ഞാൻ കള്ളനാണ് എന്നൊക്കെ മുദ്ര വെച്ച് കുത്തിയപ്പോൾ അവിടെയും ആ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യപ്പെടുത്തി. ഇതൊരിക്കലും കളവല്ല, ഇത് അല്ലാഹുവിന്റെ ദീനാണ്, ഇത് അല്ലാഹുവിന്റെ പ്രവാചകനാണ്, ഇത് ഖാതിമുൻ നബി അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് എന്ന അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ കൂടെ കട്ടക്കണെന്ന്. അത് മാത്രമല്ല, ജനങ്ങൾ എനിക്ക് സഹായത്തടഞ്ഞു വെച്ചപ്പോൾ അവൾ തന്റെ സമ്പത്ത് കൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യമേകി. അബീ ത്വാലിബിലെ 3 വർഷത്തെ ഉപരോധ കാലത്ത് പട്ടിണി കിടന്ന് പച്ചിലകൾ തിന്നേണ്ടി വന്നിട്ടും ആ പ്രവാചകനെ കൈവിട്ടില്ല. ആ വലിയ ത്യാഗത്തിന്റെ ഫലമായി അള്ളാഹു അവർക്ക് നൽകിയ ബഹുമതി എത്ര വലുതാണെന്ന് നോക്കൂ. ഒരിക്കൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മുഖറബ് അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയുണ്ടായി. എന്താ പറഞ്ഞത്? وقرئها من رب السلام وبشرها ببيت في الجنة من قصب لا صخب فيه ولا نصب. എന്താ അവിടുന്ന് പറഞ്ഞത്? ഖദീജയ്ക്ക് അവളുടെ രക്ഷിതാവായ അല്ലാഹുവിൽ നിന്നുള്ള സലാം അറിയിക്കുക. സ്വർഗത്തിൽ അവൾക്കായി മുത്തുകൾ കൊണ്ട് നിർമ്മിച്ച ബഹളങ്ങളോ പ്രയാസങ്ങളോ ഇല്ലാത്ത ഒരു കൊട്ടാരമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന് വേണ്ടി സർവസ്വവും സമർപ്പിച്ച ആ മഹദിയുടെ ജീവിതം നമുക്ക് വലിയൊരു പാഠമാണ്. കഷ്ടപ്പാടുകളിൽ തളരാതെ പ്രവാചകന് തണലായി നിന്ന ഖദീജ ബീബി റളിയല്ലാഹു അൻഹ സ്ത്രീ സമൂഹത്തിന്റെ മാത്രമല്ല മുഴുവൻ വിശ്വാസികൾക്കും മാതൃകയാണ്. ആ മഹദിയുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ മഹദിയുടെ ജീവത്യാഗങ്ങൾ പിൻപറ്റി ആ മഹദിയെ നമ്മൾ ഒരു മാതൃകാപരമായ രീതിയിൽ കണ്ടുകൊണ്ട് ആ മഹദിയുടെ ജീവിതത്തിൽ വന്നു പോയ സകലമാന കാര്യങ്ങളും അയവിറക്കിയെടുത്തുകൊണ്ട് അതുപോലെ ജീവിക്കാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. وآخر دعوانا الحمد لله رب العالمين وما توفيقي إلا بالله. السلام عليكم ورحمة الله وبركاته.